നമ്മളിപ്പോൾ കാണുന്ന ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. എന്നാൽ അത് 1990 ഒക്ടോബർ 3-ന് സംയോജിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുന്നേ ഈസ്റ്റ് ജർമ്മനിയിലെ ജനങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ നോർത്ത് കൊറിയക്കാരുടെ ജീവിതം പോലെ തന്നെയായിരുന്നു. അവർ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും വെസ്റ്റ് ജർമ്മനിയിലേക്ക് രക്ഷപ്പെടാനായിട്ട് പലായനം ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചു. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് 1976 മുതൽ 1988 വരെയാണ്. ഈ കാലഘട്ടത്തിൽ 35,000-ഓളം ഈസ്റ്റ് ജർമ്മനിക്കാർ വെസ്റ്റ് ജർമ്മനിയിലേക്ക് ചാടാനായിട്ട് ശ്രമിച്ചു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം 462 പേര് മരിക്കുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഹീറോ ഈസ്റ്റ് ജർമ്മനിയിൽ ജീവിക്കുന്നത്. അവനും അവൻ്റെ കുടുംബത്തിനും വെസ്റ്റ് ജർമ്മനിയിലേക്ക് പലായനം ചെയ്യണമെന്നുണ്ട്. അതിനവർ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും മുഖ്യം. ഹോട്ട് എയർ ബലൂൺ വെച്ചായിരുന്നു അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത്. ആദ്യമേ പറയട്ടെ, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഇങ്ങനെ ഹോട്ട് എയർ ബലൂൺ വെച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച നമ്മുടെ ഹീറോ പട്ടാളക്കാരുടെ കയ്യിൽ അകപ്പെട്ടോ, ജീവിതകാലം മുഴുവൻ ജയിൽ അകപ്പെട്ടോ, അല്ലെങ്കിൽ മരണപ്പെട്ടോ, രക്ഷപ്പെട്ടോ, ഇതെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2018 റിലീസ് ചെയ്ത ബലൂൺ എന്ന ജർമ്മൻ സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈസ്റ്റ് ജർമ്മനിയിലെ ഏതോ ഒരു സ്കൂളിലെ ആനുവൽ ഡേ. അവിടെ കുറേ കുട്ടികൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട്. ഇതേ സമയത്ത് ഈസ്റ്റ് ജർമ്മനിയെയും വെസ്റ്റ് ജർമ്മനിയെയും തരംതിരിക്കുന്ന ബെർലിൻ മതിലിനടുത്തുള്ള ഈസ്റ്റ് ജർമ്മൻ പട്ടാളക്കാർ എന്തോ കണ്ട് അലേർട്ട് ആവുന്നുണ്ട്. അവരിതാ ഇവിടെ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചെന്ന് ഗണ്ണ് ചൂണ്ടി നിൽക്കുമ്പോൾ ഒരാൾ വെസ്റ്റ് ജർമ്മനിയിലേക്ക് ചാടാനായിട്ട് ഓടി വരുന്നുണ്ട് മതിലിനടുത്തേക്ക്. എന്നാൽ അങ്ങേര് ആദ്യം തന്നെ ഒരു ട്രഞ്ചിൽ വീണു പോകും. എന്നാലും എഴുന്നേറ്റ് മതിൽ കയറാനായിട്ട് ശ്രമിക്കുമ്പം തന്നെ പട്ടാളക്കാർ ഷൂട്ട് ചെയ്ത് അങ്ങനെ താഴെയിടും. അതേ സമയത്ത് ഇവിടെയുള്ള കുട്ടികൾ പാട്ടുപാടി കഴിയാനായിട്ടുണ്ട്. ഇതിലൊരുത്തൻ ഉറക്കം തൂങ്ങി നിൽക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ ഹീറോയുടെ മകൻ. ഹീറോ ആണെങ്കിൽ ഇതേ പരിപാടി കണ്ടിട്ട് വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഇടതുവശത്തിരിക്കുന്നതാണ് ഹീറോ. മുന്നിലിരിക്കുന്നത് ഹീറോയുടെ മൂത്ത മകൻ, വലതുവശത്ത് ഹീറോയുടെ ഭാര്യ. ഹീറോയുടെ പേര് പീറ്റർ. കുട്ടികളുടെ പരിപാടി കഴിയുമ്പോൾ അവിടെയുള്ള ആങ്കർ വന്ന് പറയും, ഗൊയ്ത എന്ന് പറഞ്ഞ് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ ഒരു പാട്ടെങ്കിലും കേൾക്കണം, ഒരു കവിതയെങ്കിലും വായിക്കണം, മനോഹരമായ ചിത്രങ്ങൾ കാണണം, ഒരു വാക്കെങ്കിലും പഠിക്കണം. കൂടെ തന്നെ ലെനിൻ പറഞ്ഞൊരു വാക്കും പറയുന്നുണ്ട്, പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക. അതേ സമയത്ത് മകൻ ഏതോ ഒരു പെണ്ണിനെ വായ നോക്കുന്നുണ്ട്. അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അറിയാത്ത പോലെ ഇരിക്കും. ഞാനൊന്നും നോക്കിയിട്ടില്ലല്ലോ. അന്നേരം അച്ഛൻ ആ ആങ്കർ എന്താണോ അടുത്തതായിട്ട് ആക്ഷൻ കാണിക്കാൻ പോകുന്നത് അതെല്ലാം പിന്നിലിരുന്ന് മകനോട് കമന്റ് അടിച്ച് പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിരിക്കും. ചിലപ്പോൾ അങ്ങേര് നിർബന്ധിതനായിട്ട് ഇങ്ങരുടെ പരിപാടികൾ പല തവണ കണ്ടിട്ടുണ്ടാവാം. ആങ്കർ ഒരു നീല റേഷൻ കാർഡ് എടുത്ത് കാണിച്ച് പറയും, നിങ്ങൾ ഇത് ബാറിൽ ബിയർ ബുക്ക് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യേണ്ട സാധനമല്ല, എപ്പോഴും ഇത് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ അയൽ നാട്ടിൽ നിന്നും ചിലപ്പോൾ ചാരന്മാരിങ്ങോട്ട് ചാടാനുള്ള സാധ്യതയുണ്ട് ഈസ്റ്റിലേക്ക്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈസ്റ്റിലെ എല്ലാ പൗരന്മാർക്കും ഇതുപോലെയുള്ള കാർഡ് കൊടുക്കുന്നത്. അവരെപ്പോൾ പുറത്തു പോകുമ്പോഴും അവരുടെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കണം. പട്ടാളക്കാർ എപ്പോഴും ഇത് ചെക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇത് കയ്യിലില്ലെങ്കിൽ പിന്നെ വലിയ പാടായിരിക്കും. അടുത്തത് 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചവരുടെ പ്രതിജ്ഞയായിരിക്കും. അപ്പണ്ടാവും ഹീറോയുടെ മൂത്ത മകനും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇവനും 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചതാണ് പോലും. കണ്ടിട്ട് എന്നെക്കാളും വയസ്സ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ 8ാം ക്ലാസ് വേറെ എന്തെങ്കിലും മോഡലാണോ അത് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലുള്ള 10ാം ക്ലാസ്സുകാരെ കണ്ടാൽ ചിലപ്പോൾ ഇവർ പറയും അവർ 5ാം ക്ലാസ്സുകാരാണെന്ന്. അങ്ങനെ പ്രതിജ്ഞ തുടങ്ങും. പ്രതിജ്ഞ മുഴുവനും അവർ ഈസ്റ്റ് ജർമ്മനിക്ക് വേണ്ടി ജീവിക്കണം, മരിക്കണം, അതിനു വേണ്ടിയിട്ട് നന്മകൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം ആയിരിക്കും. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹീറോയുടെ കാറിൽ വേറെ ഒരു കുടുംബം കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു സീക്രട്ട് ഏജന്റ് ആണ്. പിന്നിൽ അങ്ങേരുടെ ഭാര്യയുണ്ട്. അങ്ങനെ ജർമ്മനിക്ക് വേണ്ടി, ഈസ്റ്റ് ജർമ്മനിക്ക് വേണ്ടി സീക്രട്ട് ഏജന്റായിട്ട് ജോലി ചെയ്യാണ്. ആരെങ്കിലും എന്തെങ്കിലും ഉഡായിപ്പ് നടത്തുന്നുണ്ടോ, ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, വീടുകളിലൊക്കെ എന്തെങ്കിലും അനാവശ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കുന്ന ആളാണ്. കൂടാതെ തന്നെ അങ്ങനെ ഹീറോയുടെ ഒരു അയൽവാസി കൂടിയാണ്. ഹീറോയുടെ മൂത്ത മകനാണെങ്കിൽ ഇപ്പം കാറിൽ കയറിയിട്ടില്ല. അവൻ പിന്നാലെ വണ്ടിയിൽ വരികയാണ് ചെയ്യുക. റേഡിയോയിൽ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നതായിരിക്കും ഹീറോ കേട്ടുകൊണ്ടിരിക്കുന്നത്. സീക്രട്ട് ഏജന്റ് അത് മാറ്റി ഒരു പാട്ട് വെച്ച് പറയും, നീ എന്ത് എപ്പോഴും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത്, വെക്കേഷനൊക്കെ അല്ലേ, എങ്ങോട്ടെങ്കിലും ടൂറ് പോകുന്നുണ്ടോ? ഹീറോ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങേര് പറയും, എന്നാൽ എന്നോട് പറ, ഞാൻ നല്ലൊരു ട്രാവൽ ഏജൻസിയെ നിനക്ക് കണക്ട് ചെയ്തു തരാം. അവരാകുമ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്തു തരും. കൂടെ തന്നെ അവർ കഴിഞ്ഞ തവണ ബെർലിനിലേക്ക് യാത്ര ചെയ്ത് നിന്റെ കഥകൾ പറയുന്നുണ്ട്. ഹീറോക്കാണെങ്കിൽ അതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ മകൻ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അവനൊരു പെൺകുട്ടിയുടെ കൂടെയാണ് വരുന്നത്. അതാണെങ്കിൽ സീക്രട്ട് ഏജന്റിന്റെ മകളായിരിക്കും. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സംസാരിക്കുന്ന കാണുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ പറയും, അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ. അപ്പോൾ ഹീറോയുടെ ചെറിയ മകൻ ഒരു ഹൈഡ്രജൻ ബലൂൺ പറത്തി വിടുമ്പോൾ അതാണെങ്കിൽ വെസ്റ്റിലേക്കായിരിക്കും പറക്കുന്നത്.
അത് കാണുന്ന സീക്രട്ട് ഏജന്റ് പറയും, അത് വ്യോമസേനയുടെ അണ്ടറിലുള്ള സ്ഥലമാണ്, അതൊരു ബലൂൺ ആയതുകൊണ്ട് ഞങ്ങൾ പ്രശ്നമാക്കുന്നില്ല. ഏജന്റ് അവരെല്ലാം അങ്ങേരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഹീറോ പറയും ഇന്ന് വരാൻ പറ്റില്ല. അതിന് അങ്ങേര് പറയും ഇന്ന് വന്നില്ല പിന്നെ എങ്ങനെയാ, ഒന്ന് വന്നൂടെ, നിങ്ങൾ വരും എന്ന് പറയാല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങേര് പറയുന്ന കേട്ടാ വിചാരിക്കും അങ്ങേരുടെ വീട് ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരെയാണെന്ന്. ആ തൊട്ട് പിന്നെ കാണുന്ന വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത്. ഹീറോ പറയും ഇന്ന് അമ്മായി വരുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരെ കൂട്ടി വരേണ്ടതുണ്ട്, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല, പിന്നെ ഒരു ദിവസം വരാം. അന്നേരം ഭാര്യ ചെറിയ മകനോട് എന്തോ ഒരു കാര്യം, എന്തോ ഒരു സ്വകാര്യം കുഷു എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അമ്മക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ ഹീറോ കാർ എടുക്കുമ്പോൾ ഭാര്യയും കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകും. അവർ ചെല്ലുന്നത് മറ്റൊരു കുടുംബത്തിലേക്കായിരിക്കും. അവിടെയുണ്ട് ഒരു ഭാര്യയും ഭർത്താവും, കൂടാതെ തന്നെ അവർക്ക് 2 മക്കളും ഉണ്ട്. അത് വരുന്ന വഴിക്ക് കാണാം. ആ ഭർത്താവിന്റെ പേര് ഗ്രിൻഡർ. ഹീറോയുടെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ഇങ്ങേര്. ഹീറോ എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങേര് പറയും പറ്റില്ല, ഞാൻ പലതവണ ചിന്തിച്ചു, അത് അപകടമാണ്. അതിന് ഹീറോ ഇതെല്ലാം നിന്റെ പ്ലാനല്ലായിരുന്നു, ഇതിനു വേണ്ടിയാണ് നമ്മൾ 2 വർഷത്തോളം പ്രയത്നിച്ച്, ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ പറ്റിയ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു, ഇപ്പൊ സമയം വന്നെത്തിയപ്പോൾ നീ വരുന്നില്ലാന്നു. അവൻ പറയും നമ്മൾ ഉണ്ടാക്കിയ ബലൂണിന് 8 പേരെ താങ്ങാനായിട്ട് പറ്റില്ല, നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു അപകടമായിരിക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബവും വരുന്നില്ല. അതിന് അവൻ്റെ ഭാര്യ പറയും കൊച്ചുങ്ങളൊക്കെ ചെറുതല്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാനും പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളില്ല. അതിന് 4 പേരെ താങ്ങാൻ പറ്റുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഗ്രിൻഡർ ഓക്കെ പറയും. എന്നാൽ എൻ്റെ കുടുംബം പോവുകയാണെന്ന് ഹീറോ പറയും. അപ്പോൾ തന്നെ ഗ്രിൻഡറിൻ്റെ അച്ഛനും അമ്മയും മക്കളെയായിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. അവർ സംസാരമെല്ലാം മാറ്റി വെച്ചിട്ട് വീടിന് പുറത്തിറങ്ങും. ഗ്രിൻഡർ അവസാനമായിട്ട് പീറ്ററിന് ഒരു ഹഗ്ഗും കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടും. അവർ ഇന്ന് രാത്രി തന്നെ ബലൂണിൽ വെസ്റ്റിലേക്ക് പറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ വീട്ടിലെത്തുമ്പോൾ തന്നെ ഇളയ മകനോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. അതിനവൻ ചോദിക്കും ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അതിനമ്മ അതൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവനെ വീടിൻ്റെ പുറത്താക്കും. വീടിൻ്റെ പുറത്തല്ല, റൂമിൻ്റെ പുറത്താക്കും. എന്നിട്ട് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇന്ന് രാത്രി തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്, അതുകൊണ്ട് അതിന് വേണ്ട ഒരുക്കപ്പാട് ഇപ്പം തന്നെ തുടങ്ങുകയാണ്. അമ്മ വീണ്ടും ചോദിക്കും മക്കൾ സേഫായിരിക്കില്ലേ. അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഭാര്യയെ കെട്ടിപ്പിടിച്ച് നീ ഒന്നും പേടിക്കണ്ട, എല്ലാം ഓക്കെ ആവുമെന്ന് പറയും. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഹീറോയുടെ മൂത്ത മകൻ എന്തോ ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് അവൻ സീക്രട്ട് ഏജന്റിന്റെ വീടിന് മുന്നിലുള്ള ബോക്സിൽ കൊണ്ടിടും. ആ കത്ത് അങ്ങേരുടെ മകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവനും അങ്ങേരുടെ മകളുമായിട്ട് ചെറിയൊരു പ്രണയമുണ്ട്. അതിലവൻ എഴുതിയത് ഇന്ന് രാത്രി ഞങ്ങൾ വെസ്റ്റിലേക്ക് പോവുകയാണെന്നാണ്. അങ്ങനെ രാത്രിയാകുമ്പോൾ അവർ ബലൂണിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസും എല്ലാം എടുത്ത് ഒരു റാലിയിൽ കയറ്റി വെച്ച് അത് കാറിന്റെ പിന്നിൽ കുടുക്കി വെക്കും. എന്തൊക്കെ സെറ്റപ്പാലേ. ഈ സെറ്റപ്പ് ഞാൻ അവസാനമായിട്ട് കണ്ടത് മിസ്റ്റർ ബീൻ്റെ അടുത്താണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അവർ വണ്ടിയിൽ കയറി യാത്രയാകുന്ന സമയത്ത് നമ്മുടെ ഗ്രിൻഡറിന്റെ വീട്ടിൽ ഗ്രിൻഡറിന് നിർബന്ധിതമായിട്ട് പട്ടാളത്തിലേക്ക് സേവനം ചെയ്യാനായിട്ടുള്ളതിന്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന് അച്ഛൻ പറയും നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇതിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് ഞാനൊരു ആംബുലൻസ് ഡ്രൈവർ അല്ലേ എന്ന് ഗ്രിൻഡർ പറയുന്ന സമയം നോക്കി അമ്മ മരുമോളെ കുറ്റം പറയും. ഇവള് കാരണമാണ് ഇവന് പഠിക്കാൻ പറ്റാഞ്ഞ്, ഇവളെ കാരണമാണ് ഇവന്റെ ഫിസിക്സ് പഠനം പാതി വഴിയിലിട്ട് പോകേണ്ടി വന്നത്. അതേ സമയത്ത് ഹീറോ ഏതോ ഒരു കാട്ടു മൈതാനത്ത് വന്ന് ആ ബലൂൺ ഊതി വീർപ്പിക്കല്ല, ഒരു വലിയ ഫാന് വെച്ച് ആദ്യം തന്നെ കാറ്റ് നിറയ്ക്കും. പിന്നെ അതിലുള്ള തണുത്ത വായുവിലേക്ക് ചൂട് തീ വെച്ച് കൊടുത്ത് അതിലെ തണുത്ത വായുവിനെ ചൂട് വായുവാക്കി മാറ്റും. ഇങ്ങനെ മാറ്റുമ്പോൾ പുറത്തുള്ള വായു മൊത്തം തണുത്ത വായു ആയിരിക്കും, ഈ ബലൂണിനകത്ത് ചൂടുള്ള വായു. ഈ തണുത്ത വായുവിനേക്കാളും സാന്ദ്രത കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും ചൂടുള്ള വായുവിന്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് പറക്കും. ഭാര്യ ഓടിച്ചെന്ന് ഇളയ മകനെ കാറിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവൻ ചോദിക്കും നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണോ. അതിനമ്മ പറയും നമ്മൾ ആകാശത്തിലൂടെ ഒരു സ്റ്റേ ചെയ്യാൻ പോവുകയാണെന്ന്. അവനറിയില്ല അവരിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർ വന്ന് ബലൂണിൽ കയറുമ്പോൾ ഈ ബലൂണാണെങ്കിൽ 4 കയർ കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹീറോയും മകനും കൂടെ 2 സൈഡിലുള്ള കയറും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യും. പിന്നെയും 2 സൈഡിലുള്ളതും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ബലൂൺ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങും. ചെറിയ മകനാണെങ്കിൽ പേടിയാവുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവനൊരു കഥ പറഞ്ഞു കൊടുക്കും. മൂത്ത മകൻ അവരെത്ര സമയം പറന്നു എന്ന് അറിയാനായിട്ട് വാച്ചിലെ ടൈമർ സെറ്റ് ചെയ്യും. അവർ പറന്നു പൊങ്ങി മേഘത്തിന് മുകളിലെത്തുമ്പോൾ മേഘത്തിൽ ഉണ്ടായിരുന്ന ഈർപ്പം മുഴുവനും ആ ബലൂണിൽ പറ്റി പിടിക്കും. ബലൂണിനാണെങ്കിൽ കനം കൂടിയിട്ട് അത് പിന്നെ മുകളിലേക്ക് പറക്കില്ല. അച്ഛൻ നമ്മൾ എത്ര ഉയരത്തിൽ എത്തിയെന്ന് ചോദിക്കുമ്പോൾ മകൻ നോക്കിയിട്ട് പറയും നമ്മൾ 1700 അടി മുകളിലാണ്. എന്നാൽ ഇപ്പോൾ ബലൂൺ പറക്കുന്നേ ഇല്ല, അതാണെങ്കിൽ പൊന്തുന്നില്ല. പോരാത്തതിന് ഇപ്പോൾ കുറേ ഉയരത്തിലായതുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പായിരിക്കും, കൊടും തണുപ്പായിരിക്കും. ഇളയ മകൻ അത് താങ്ങാൻ പറ്റില്ല. അമ്മ അവനെ കെട്ടിപ്പിടിച്ച് അവന് ചൂട് കൊടുക്കും. വീണ്ടും അവർ എത്ര ഉയരത്തിലാണെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ പെട്ടെന്ന് തന്നെ 1000 അടി താഴ്ചയിലേക്ക് വന്നുപോയി. അവർ മേഘത്തിനും അടിയിലേക്ക് വന്നു തുടങ്ങി. ഹീറോ പെട്ടെന്ന് തന്നെ ഫ്ലെയിം കൂട്ടെങ്കിലും അത് കെട്ടുപോയി. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഗ്യാസ് സിലിണ്ടറിന്റെ അകത്ത് ഗ്യാസ് ലിക്വിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. തണുപ്പിൽ അത് ഉറഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ട് തണുത്തുപോയി. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഗ്യാസ് രൂപത്തിലേക്ക് മാറുന്നില്ല. അവർ 500 അടി താഴ്ചയിലെത്തും, 200 അടി, 100 അടി, പിന്നെ മരങ്ങൾക്കിടയിലെല്ലാം തട്ടി തടഞ്ഞ് അത് താഴെ വീഴും. എന്നാലും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, എല്ലാവരും സേഫാണ്. അച്ഛൻ എത്ര സമയം പറന്നു എന്ന് ചോദിക്കുമ്പോൾ മകൻ 32 മിനിറ്റ് എന്ന് പറയും. എന്നാൽ അവർക്ക് സംശയമാണ് അവർ അതിർത്തി കടന്നോ ഇല്ലയോ. അച്ഛനും മൂത്ത മോനും കൂടെ കുറച്ച് മുന്നോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ അതിർത്തി കാണുന്നുണ്ട്. എന്നാലും അവർ വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ എന്ന് പറയാൻ പറ്റില്ല.
അച്ഛൻ വടക്ക് നോക്കി യന്ത്രം എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവരിപ്പോഴും ഈസ്റ്റിലാണ്. ഒരു 200-300 മീറ്റർ കൂടെ പറന്നിരുന്നെങ്കിൽ അവർ അതിർത്തി കടന്നേനെ. എന്നാൽ ഇപ്പം ഇനിയൊന്നും ചെയ്യാനില്ല, അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷേ ഇവിടുന്ന് കാറുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 10 കിലോമീറ്റർ യാത്ര ചെയ്യണം. രാത്രിയാണെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. ശബ്ദമുണ്ടാക്കുന്ന കമ്പികളെല്ലാം അവിടെ പട്ടാളക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ തന്നെ അവരവിടുന്ന് യാത്രയാകും. രാവിലെ തന്നെ അവിടെ റോന്ത് ചുറ്റുന്ന ഒരു പട്ടാളക്കാരൻ വരുമ്പോൾ ഈ ബലൂൺ ഇവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ടീം നഗരത്തിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ നിന്ന് കാണുന്ന ഓരോ വീട്ടുകാരും ഇവരെ സംശയത്തോടെയായിരിക്കും നോക്കുന്നത്. ഹീറോയുടെ കയ്യിലാണെങ്കിൽ പരിക്ക് പറ്റിയതിൻ്റെ പാടുകളുമുണ്ട്. അവൻ കൈ പോക്കറ്റിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെ അവർ 10 കിലോമീറ്ററോളം നടന്നു വന്ന് അവരുടെ കാറ് വെച്ച ഭാഗത്തെത്തും. എന്നാൽ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അവർക്ക് നോക്കണം. കുറച്ച് സമയം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് അവർ കാറിന് എടുത്തു വരും. എല്ലാ സാധനവും കെട്ടിപ്പൂട്ടി വണ്ടിയിലിട്ട് അവരപ്പം തന്നെ യാത്രയാകും. ഓരോ സാധനങ്ങളും വഴിയിൽ ഉപേക്ഷിക്കാൻ തുടങ്ങും. അവരുപേക്ഷിച്ച ആ ബലൂൺ എന്തായാലും പോലീസുകാർ അവിടെ കാണും. അതോടെ തന്നെ ഈ ബലൂണുമായി ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും അവരുടെ കയ്യിൽ കാണാൻ പറ്റില്ല. അവരെല്ലാം ഉപേക്ഷിച്ച് അവസാനം ആ വലിയ ഫാന് കൂടെ ഒരു വെള്ളക്കെട്ടിൽ ഉപേക്ഷിച്ച് അവർ പോവും. വീട്ടിലെത്തി അകത്തേക്ക് കയറാൻ നേരത്താണ് മൂത്ത മകൻ ഓർമ്മ വരിക. അവൻ അപ്പുറത്തെ വീട്ടിൽ ഒരു കത്ത് കൊണ്ടുപോയി വെച്ചിരുന്നല്ലോ. അമ്പമ്പോ പണി കിട്ടിയെന്ന് വിചാരിച്ച് അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ കത്ത് അതിൽ നിന്ന് ആരും എടുത്തിട്ടില്ല. അവൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കൈയാണെങ്കിൽ അതിലേക്ക് എത്തുന്നില്ല. ഒരു കോലെടുത്ത് ആ ബോക്സിന്റെ ലോക്ക് തുറന്ന് അവനത് എടുക്കുന്ന സമയം പെട്ടെന്ന് അവിടെയുള്ള നായ വന്ന് കുരയ്ക്കും. അതാണെങ്കിൽ ദൂരെ നിന്ന് 2 പേര് കാണുന്നുണ്ട്. അവൻ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും വരരുതേ എന്ന് വിചാരിച്ച് ഒരോഞ്ഞ എക്സ്പ്രഷനും വെച്ചിട്ട് വീട്ടിലേക്ക് നടക്കും. വീട്ടിൽ ഭാര്യ പറയുന്നത്, നമ്മൾ ഇനി മുതൽ ഇതെല്ലാം മറക്കണം. നാളെ മുതൽ ഞാനും നിങ്ങളും ജോലിക്ക് പോയി തുടങ്ങും, കുട്ടികൾ സ്കൂളിലും പോയി തുടങ്ങും. അതിന് ഹീറോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല, നമുക്ക് ഒന്നുകൂടെ ചെയ്തു നോക്കാമെന്ന് പറയുമ്പോൾ ഭാര്യ പറയും, ഞാൻ വരില്ല, നമ്മൾ ഒരിക്കലും ഇത് ചെയ്തു നോക്കാൻ ഇനി പാടില്ല. ഇതിനെക്കുറിച്ച് ഇനി ഒരു സംസാരവും ഈ വീട്ടിൽ നടക്കില്ല. എൻ്റെ കൊച്ചുങ്ങളെ അനാഥരാക്കാൻ എനിക്ക് തീരെ താല്പര്യമല്ല. പെട്ടെന്നാണ് ആരോ ബെല്ലടിക്കുക. എല്ലാവരും പേടിക്കും. കൂടെ തന്നെ മൂത്ത ചെക്കനായിരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കുക. അവൻ നേരത്തെ കത്തെടുക്കുന്നത് 2 പേര് കണ്ടിരുന്നല്ലോ. അച്ഛൻ ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ നേരത്തെ കണ്ട 2 പേര് തന്നെയായിരിക്കും അത്. അവർ ചോദിക്കും, 30ാം റിപ്പബ്ലിക് വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട് അലങ്കരിക്കുന്നുണ്ടോ? അച്ഛൻ എന്ത് പറയണമെന്നറിയില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പോലീസാണെങ്കിലോ? നിങ്ങളുടെ വീട്ടിൽ പതാകയുണ്ടോ? അതും ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊണ്ടുതരും. ഹീറോ എന്ത് പറയണമെന്നറിയാതെ അവരെ തന്നെ നോക്കി നിൽക്കും. അതേ സമയത്ത് ബലൂൺ വീണ സ്ഥലത്ത് എല്ലാ പട്ടാളക്കാരും വന്ന് എത്തിയിട്ടുണ്ടാകും. അവിടേക്കൊരു മൂത്ത കേണൽ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കാണോ ഈ സ്ഥലത്തിൻ്റെ അധികാരം? അതേന്ന് പറയുമ്പോൾ, നിങ്ങൾ രാത്രി എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ച് അങ്ങേര് ബലൂണിൻ്റെ അടുത്ത് വന്ന് നോക്കും. ആ ബലൂൺ അങ്ങേർക്ക് വലിയ ഇഷ്ടമാവും. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഓഫീസർ പറയുന്നത്, ഇവരെങ്ങാനും ഈ അതിർത്തി കടന്നിരുന്നെങ്കിൽ നമുക്ക് വലിയ ചൊറിച്ചിലായാണ്. അതിന് കേണൽ, അതെങ്ങനെ നമുക്ക് ചൊറിച്ചിലാവാന്ന് ചോദിക്കുമ്പോൾ അങ്ങേരൊന്നും മിണ്ടില്ല. തൊട്ടടുത്തുള്ള പട്ടാളക്കാരനോടും ചോദിക്കും, അല്ല അതെങ്ങനെ നമുക്ക് ചൊറിച്ചിലാവും, നീ ഒന്ന് പറ. അങ്ങേര് കുറച്ചു നേരം ആലോചിച്ച് നിന്ന് പറയും, ഈ മതിൽ ചാടുന്നത്, ഈ അതിർത്തി ലംഘിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അതിന് കേണൽ, അവർക്ക് അവിടെയാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ അവരവിടേക്ക് പൊക്കോട്ടെ. ഇതുപോലെ നിയമം ലംഘിക്കുന്ന ആളുകളെ നമ്മളിവിടെ വെച്ച് പുലർത്തുകയാണെങ്കിൽ അവരായിരിക്കും ഈ നാടിൻ്റെ വലിയ കലാപകാരികൾ. അവരെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെയല്ലേ സമാധാനം. ആ പട്ടാളക്കാരെ ഞാനിപ്പോൾ എന്താ പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കേണൽ വീണ്ടും പറയും, ഒരു നിയമം, ആ നിയമമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്ത് ചെയ്യാനാ, അത് ചെയ്തല്ലേ പറ്റൂ. എന്നിട്ട് എല്ലാ ഓഫീസർമാരുടെയും നടുക്ക് വന്ന് നിന്ന് പറയും, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ സാധനങ്ങളുടെയും, എന്തിന് മുയലിൻ്റെ കാട്ടമാണെങ്കിലും അതിൻ്റെ വരെ ടെസ്റ്റ് എനിക്ക് കിട്ടണം. അന്നേരം ഹീറോ വീട്ടിലെ കാറ് നന്നാക്കിയായിരിക്കും. അപ്പോഴാണ് അയൽവാസി ഏജന്റ് ഹീറോയുടെ അടുത്തെത്തുക. ഇന്നലെ അമ്മായിക്ക് എന്ത് സംഭവിച്ചു, കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അമ്മായിക്ക് ഒരു തലക്കറക്കം സംഭവിച്ചു, പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു, ഇന്നലെ രാത്രി മുഴുവനും അവിടെ തന്നെയായിരുന്നു. അല്ല എന്താ കൈക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനൊന്ന് പതറും. പിന്നെ പറയും, വരുന്ന സമയത്ത് സംഭവിച്ചതാ, വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരൂ, കഷ്ടമായിപ്പോയെന്ന് പറഞ്ഞ് അങ്ങേര് പറയും, ഞാൻ വന്നത് എൻ്റെ വീട്ടിൽ ഞാനൊരു പുതിയ TV വാങ്ങി, അതും കളർ TV ആണ്. അതിലാണെങ്കിൽ എല്ലാ ചാനലും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് വെസ്റ്റ് ജർമ്മനിയിലെ ചാനലുകൾ. അതിൽ ചാർലിയുടെ മാലാഖ എന്ന പ്രോഗ്രാം ഉണ്ട്, അതൊന്നും എനിക്ക് കിട്ടണം. നീ ആണെങ്കിൽ ഇലക്ട്രിക് വർക്ക് എല്ലാം ചെയ്യുന്ന ആളല്ലേ, എനിക്കൊന്ന് ശരിയാക്കി തരുമോ? ഹീറോ, ഓക്കെ ഞാൻ വന്നോളാം എന്ന് പറയും. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ മകനാണെങ്കിൽ വലിയ പ്രശ്നം. അവരാരും അവനോട് സത്യം പറയുന്നില്ല. അതിന് അച്ഛൻ പറയും, ചില സമയങ്ങളിൽ നമുക്ക് സത്യം പറയാൻ പറ്റില്ല, നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിനക്കറിയാലോ, സത്യം പറഞ്ഞാലും വലിയ പാടായിരിക്കും. അതിനവൻ, എന്നിട്ട് എന്നോട് നിങ്ങൾ എപ്പോഴും സത്യം പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് പിണങ്ങിപ്പോവും. അമ്മ അവൻ്റെ പിന്നാലെ ചെന്നിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ട് നിന്നോട് സത്യം പറയുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കും. അപ്പം അച്ഛനും മൂത്ത മോനും കൂടെ രക്ഷപ്പെടാനായിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ മോൻ പറയും, ചില ആളുകൾ അമേരിക്കൻ ഏജൻസിയെ രഹസ്യമായി ബന്ധപ്പെട്ട് അവർ മുഖാന്തരം ഈ രാജ്യം വിട്ടു പോയിട്ടുണ്ട്. ആ കാര്യം അച്ഛൻ അറിയാം, എന്നാലും നടക്കുന്ന കാര്യമാണോ എന്നൊരു സംശയമാണ്. അതിന് മകൻ വീണ്ടും പറയും, അമേരിക്കക്കാർ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട പലരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം ഭാര്യ ഒരു ഗ്ലാസ്സിൽ വെള്ളമായിട്ട് മരുന്ന് കുടിക്കാനായിട്ട് കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിൽ മരുന്നുണ്ടാവില്ല. അവയ്ക്ക് പേടിയാവും.
ഇന്നലെ കാട്ടിൽ എവിടെയോ വെച്ച് അവളോട് മരുന്ന് കളഞ്ഞു പോയിരിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീഴുമ്പോൾ ഹീറോ ഓടി വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ കാര്യം പറയും. അതിന് ഹീറോ, ആ കവറിൽ നിന്റെ പേര് എഴുതി വെച്ചിരുന്നോ? അവളില്ലാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ചിലപ്പോൾ ബലൂണിലെ സിലിണ്ടറിൽ നമ്മുടെ ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞിട്ടുണ്ടാവും, അത് മാറ്റാനായിട്ട് എന്നോട് മറന്നുപോയി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതിന് ഹീറോ, അത് നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. അതിന് അവൾ പറയും, എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും ഇല്ലാത്തത് കാണാൻ എനിക്ക് താല്പര്യമല്ല. എന്റെ സഹോദരൻ 14-ാം വയസ്സിൽ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവന്റെ വായിൽ ഒരു പല്ല് പോലും ഉണ്ടായിരുന്നില്ല. ആ പട്ടാളക്കാർ അതെല്ലാം അവന്റെ വായിൽ നിന്ന് പറിച്ചെടുത്ത് അവനെ ചൂഷണം ചെയ്തു. പെട്ടെന്നാണ് ഇളയ മകൻ അങ്ങോട്ടെത്തുക. അമ്മ ഓടിച്ചെന്ന്, ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കും. ഇല്ല, നമുക്കൊന്നും സംഭവിക്കില്ല, ആരും ഇങ്ങോട്ട് വരില്ല, നമ്മൾ ആരും പിടിച്ചു കൊണ്ടുപോകില്ല എന്ന് അച്ഛൻ പറയും. പിറ്റേന്ന് രാവിലെ ഹീറോ ഏജന്റിന്റെ വീട്ടിൽ ചെന്നിട്ട് അങ്ങേരുടെ പുതിയ ടിവിയിലേക്ക് പുതിയ ചാനലുകൾ എത്തിച്ചു കൊടുക്കും. അങ്ങേർക്കാണെങ്കിൽ വലിയ സന്തോഷമാവും. നമുക്ക് ചാർലിയുടെ മാലാക്ക കണ്ടിട്ട് പിരിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അവന് ജോലിയുണ്ടെന്നും പറഞ്ഞ് പുറത്തിറങ്ങും. അപ്പോഴാണ് അവനൊരു കാര്യം മറന്നുപോയെന്നും പറഞ്ഞ് ഏജന്റിനോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ ട്രാവൽ ഏജൻസിയിലുണ്ടെന്ന്, അവരെ ഒന്ന് വിളിക്കാമോ? അതിന് ഏജന്റ്, എടാ സഡാക്കോ സൊസാക്കി, അവസാനം ഞാൻ പറഞ്ഞെടുത്ത് തന്നെ നീ വന്ന് വീടല്ലേ. എന്നിട്ട് ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ബെർലിനിലേക്ക് ഒരു യാത്ര ശരിയാക്കി കൊടുക്കും. അതേസമയത്ത് കേണലും ടീമും കൂടെ ഈ ബലൂൺ ഉപയോഗിച്ചവർ ഉണ്ടാവാൻ സാധ്യമായ സ്ഥലങ്ങൾ മാർക്ക് ചെയ്യും. അതിലൊരു ഓഫീസർ ഇതിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രം നമുക്ക് തിരയാന്ന് പറയുമ്പോൾ കേണൽ, എനിക്ക് മുഴുവൻ സ്ഥലവും തിരയാണെന്നും പറഞ്ഞ് അങ്ങേരെ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ട്. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അങ്ങേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഹീറോയും കുടുംബവും കൂടെ ബലൂൺ പറത്താൻ പോയതിനൊരു സാക്ഷിയുണ്ട്, ഒരു ട്രക്ക് ഡ്രൈവർ. അങ്ങേര് രാത്രി ഇവർക്ക് വേണ്ടി ലിഫ്റ്റ് ചോദിച്ചിരുന്നു, എന്നാൽ ഇവർ നിർത്താതെ പോയതാണ്. അങ്ങേർക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അവരേത് വണ്ടിയിലാണ് പോയിട്ടുള്ളതെന്ന്. അങ്ങേര് ആ വണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ഭാര്യയുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയ ആ ഗുളിക, ആ മരുന്ന്, അതും പട്ടാളക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ടെസ്റ്റിന് അയക്കുമ്പോൾ തൈറോയിഡ് ബാധിച്ച ഒരാളുടെ മരുന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതെല്ലാം കൂട്ടി വായിച്ച് പോലീസുകാർ പറയും, ബലൂണിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരിൽ ഒരാൾ സ്ത്രീയാണ്. 30-40 വയസ്സിനിടയിൽ പ്രായം. കഴുത്തിൽ തൈറോയിഡ് ഗ്രന്ഥി മാറ്റിവെക്കാനായിട്ട് ഓപ്പറേഷൻ ചെയ്തതിന്റെ ഒരു പാടും കാണാം. ഈ സവിശേഷതകളെല്ലാം നമ്മുടെ ഹീറോയുടെ ഭാര്യയ്ക്കുണ്ട്. അവർ കൃത്യമായിട്ട് ഒരാളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. അന്നേരം തന്നെയാണ് ഹീറോ ബെർലിനിലേക്ക് യാത്ര തിരിക്കുന്നത്. ബെർലിനിലെത്തി അവിടെയുള്ള ഏറ്റവും വലിയ ഹോട്ടലിലെ കുറച്ച് മുകളിലത്തെ നിലയിൽ തന്നെ അവർ റൂം എടുക്കും. അമ്മയ്ക്കും മോനും ആ സ്ഥലം വലിയ ഇഷ്ടമാവും. അവരവിടെ ചുറ്റി കാണുന്ന സമയം കൊണ്ട് അച്ഛനും മകനും കൂടെ അമേരിക്കൻ എംബസിയെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാൻ ഏറ്റവും താഴെയുള്ള ലോബിയിലേക്ക് വരും. ഫോൺ ബൂത്തിൽ നിന്ന് നമ്പർ തിരയുന്ന സമയത്ത് അവരുടെ മുഖത്തു നിന്നാണെങ്കിൽ കള്ളലക്ഷണം പോകുന്നുമില്ല. തൊട്ടടുത്തുനിന്ന് ഒരാൾ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ അവസാനം നമ്പർ കണ്ടുപിടിക്കെങ്കിലും അച്ഛൻ അത് എഴുതി വെക്കാൻ നോക്കുമ്പോൾ പെണ്ണാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അവരുടെ തൊട്ട് കോൾ ചെയ്യുന്നാളും അവരെ സംശയത്തോടെ നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങേരുടെ കണ്ണൊന്ന് തെറ്റിയ തക്കം നോക്കി മകൻ ആ പേജ് തന്നെ പിച്ചെടുക്കും. അച്ഛൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു പേജിൽ അവരുടെ കഷ്ടപ്പാടെല്ലാം എഴുതിയിട്ട് അവർ ഏത് റൂമിലാണ്, ബെർലിൻ ഹോട്ടലിലുള്ള ഏത് റൂമിലാണെന്നോ അതിൽ എഴുതിയിട്ട് അതൊരു ബോക്സിലിട്ട് അമേരിക്കൻ എംബസിയുടെ തൊട്ട് മുന്നിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക. അതവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഇവരുടെ റൂമും തിരഞ്ഞു വന്ന് ഇവിടെ വെച്ച് രക്ഷപ്പെടാനുള്ള വഴി എന്താന്ന് അവരായിട്ട് ചർച്ച ചെയ്യാം. എന്നാൽ ഭാര്യ ചോദിക്കും, എന്നാൽ പിന്നെ നമുക്ക് അവരൊന്ന് വിളിച്ചു ചോദിച്ചാൽ പോരെ? അതിന് അച്ഛൻ പറയും, വിളിച്ചു ചോദിച്ചാൽ പോരാ, നമ്മുടെ പ്രശ്നങ്ങൾ അവർ കേട്ടു എന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ അതിലെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവർ അമേരിക്കൻ എംബസിയും തിരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് മൊത്തം പോലീസിൻ്റെ ചെക്കിംഗ് ആയിരിക്കും. അപ്പോഴാണ് ആ നാടിന് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാവുക. ആരെ പുറത്ത് കണ്ടാലും അവരെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വെറുതെ വിടുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും, എന്നാൽ പിന്നെ ഹീറോക്ക് അമേരിക്കൻ എംബസിയിലേക്ക് നേരെ കയറി ചെന്നൂടെയെന്ന്. അതിലും പ്രശ്നമുണ്ട്. ഈ നാട്ടുകാർക്ക് അമേരിക്കൻ എംബസിയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഈ നാട്ടിലുള്ളവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അനുവാദം ഈ രാജ്യം കൊടുക്കുന്നില്ല. ഒരു തവളക്ക് കിണർ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ നാട്. അമേരിക്കൻ എംബസിയുടെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പോലീസ് നിൽപ്പുണ്ട്. പോരാത്തതിന് അവിടെ കയറുന്നവരെല്ലാം രഹസ്യ പോലീസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് 2 അമേരിക്കക്കാർ അമേരിക്കൻ എംബസിയിലേക്ക് നടന്നു പോകുന്ന മകൻ കാണുക. അവൻ അപ്പോഴേക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ കത്ത് വെച്ച ബോക്സ് വാങ്ങിയിട്ട് ഓടിച്ചെന്ന് അമേരിക്കക്കാരുടെ തൊട്ട് മുന്നിൽ ഷൂ കെട്ടുന്ന പോലെ അഭിനയിക്കും. അച്ഛനും അമ്മയും മോനും കൂടെ പോലീസിന്റെ കണ്ണ് തെറ്റിക്കാനായിട്ട് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് വേറെ അങ്ങോട്ടോ പോകാനുള്ള ഒരു വഴി ചോദിക്കും. പോലീസുകാരനാണെങ്കിൽ അത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അങ്ങേർക്കും ഇവരൊരു സംശയമുണ്ട്. അമേരിക്കക്കാർ മകന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൻ എഴുന്നേറ്റ് ആ ലേഡിയുടെ ബാഗിലേക്ക് ഈ ബോക്സ് ഇട്ട് വയ്ക്കും. ലേഡി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ അറിയാതെ തട്ടിപ്പോയതാന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. അവർ അമേരിക്കൻ എംബസിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബം ഒരുമിച്ച് അവർ പോലീസിനോട് ചോദിച്ച ആ വഴിയിലൂടെ നടക്കുന്നുണ്ട്. അങ്ങേർക്ക് സംശയം തോന്നാൻ പാടില്ലല്ലോ. എന്നാൽ മകൻ ഇത് ചെയ്തതിൽ അച്ഛന് വലിയ സന്തോഷമാവും.
ഇളയ മകനായിരിക്കും അതിലും സന്തോഷം. എൻ്റെ ചേട്ടൻ്റെ ഒരു പുലിയാണ് എന്ന് പറഞ്ഞ് അവൻ നടക്കും. രാത്രിയാകുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ഗ്രിൻഡറിൻ്റെ ഭാര്യ ഗ്രിൻഡറോട് പറയും, അവരെങ്ങാനും പോലീസിൻ്റെ കയ്യിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാവുമോ? അവൾ കടയിൽ പോയപ്പോൾ ഇതുപോലൊരു ബലൂൺ വീണെന്നും അവരെ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത അവൾ കേട്ടിരുന്നു. ഗ്രിൻഡർ പറയും, അതിന് വഴിയില്ല. അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ വീട് പോലീസ് തകിടം മറച്ചിടേണ്ട സമയമായി. എന്തായാലും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അന്നേരം ഹീറോയും കുടുംബവും അമേരിക്കൻ എംബസിയിൽ നിന്നൊരു കോള് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ എല്ലാവരും അവനെ സംശയത്തോടെ നോക്കിയതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനും ഒരു സംശയം തോന്നും, ഇനി അഥവാ എന്നെ പോലീസ് പിടിക്കുകയോ? പെട്ടെന്ന് ആരോ ഡോറിന് മുട്ടും. ഹീറോ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് പോലീസായിരിക്കും. ഡോർ അടയ്ക്കുമ്പോഴേക്ക് അവരകത്ത് കയറി ഹീറോയെ പിടിക്കും. ഹീറോ എല്ലാവരോടും രക്ഷപ്പെടാൻ പറയുമ്പോൾ ഹീറോയുടെ മകൻ ഇറങ്ങിയോടും. എന്നാൽ പോലീസ് അവൻ്റെ പിന്നാലെ തന്നെ ചെല്ലുന്നുണ്ട്. ഈ സീൻ കാണാൻ നല്ല രസമുണ്ട്. എന്നാൽ പോലീസ് അവനെ ഷൂട്ട് ചെയ്യും. അന്നേരം ഹീറോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അവൻ ഇതുവരെ കണ്ട ഒരു സ്വപ്നമായിരുന്നു, വെറുതെ നമ്മളെ പറ്റിച്ച്. ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട്. അവനത് എടുത്തു നോക്കുമ്പോൾ ലോബിയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു സാധനം ഒരാൾ ഇവിടെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവന് ലോബിയിലേക്ക് ചെന്ന് ആ സാധനം ചോദിക്കും. അപ്പോൾ അവർ ഒരു പേഴ്സ് എടുത്തു കൊടുത്ത് പറയും, നിങ്ങൾ ഏതോ ഒരു പോലീസിനോട് വഴി ചോദിച്ചപ്പോൾ അവിടെ വീണു പോയതാണ്. എന്തായാലും നിങ്ങൾ ഭാഗ്യവാനാണ്, തിരിച്ചിട്ടില്ലേ? രാത്രിയാകുമ്പോൾ ഹീറോക്ക് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് വിഷമം വരും. അവൻ കരയാൻ തുടങ്ങുമ്പോൾ ഭാര്യ ചെന്ന് അവൻ ആശ്വസിപ്പിക്കും, കരയണ്ട, പോട്ടെ പോട്ടെ. അത് കേട്ട് മക്കൾ രണ്ടുപേരും എഴുന്നേൽക്കും. ഇളയമോൻ പറയും, അച്ഛാ നമ്മൾ അത്രയും ദൂരം പറന്നു പോയില്ലേ, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ? മൂത്തമോൻ, നമ്മൾ ഇങ്ങനെ ഇനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ പോലീസ് കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ബലൂൺ ഉണ്ടാക്കിയാലോ? അതിന് അച്ഛൻ പറയും, ഇതുണ്ടാക്കാൻ തന്നെ നമുക്ക് 2 വർഷം വേണ്ടി വന്നു. പോരാത്തതിന് നമ്മുടെ കൂടെ ഇനി ഗ്രിൻഡർ ഉണ്ടാവില്ല. അതിന് മോൻ ചോദിക്കും, അവരൊന്നുകൂടെ വിളിക്കാം, അവർക്കും ഈ രാജ്യം കിടക്കണ്ടേ? പോരാത്തതിന് ബലൂൺ ഇപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കറിയാം. അതിന് ഭാര്യയും ശരിവെക്കും. അത് കേൾക്കുന്ന ഹീറോ ചോദിക്കും, അതിന് നീ ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞ്? അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാവും. അങ്ങനെയാണ് അവള് പറയാം. പിറ്റേന്ന് തന്നെ അവർ ഒരു തുണിക്കടയിൽ പോയിട്ട് നൈലോൺ തുണി ഉണ്ടോയെന്ന് ചോദിക്കും. അതിന് ചേച്ചി പറയും, നൈലോൺ ഇല്ല, ടഫറ്റ സിൽക്ക് ഉണ്ട്. എന്നാൽ അത് 200 മീറ്റർ എടുത്തോളൂ എന്ന് പറയുമ്പോൾ ചേച്ചി, നോക്കട്ടെ അത് ഗോഡൗണിലുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുതലാളിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ ഭാര്യ നോക്കുമ്പോൾ അവിടെ 200 മീറ്റർ ടഫറ്റ സിൽക്ക് ഉണ്ട്. പിന്നെ എന്തിനാണ് അവൾ ഗോഡൗണിലേക്ക് പോവാന്ന് പറഞ്ഞ്? അവൾ എല്ലാവരോടും തിരിച്ച് കാറിലേക്ക് തന്നെ കയറാൻ പറയും. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറുമ്പോൾ അവൾ പറയും, അവിടെ 200 മീറ്റർ ടഫറ്റ സിൽക്ക് ഉണ്ട്, പക്ഷെ അതവരെടുത്തില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ പട്ടാളക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ അളവിൽ കൂടുതൽ തുണി വാങ്ങുന്നവരെ സ്പോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ. അതിന് മോൻ പറയും, എന്നാ പിന്നെ നമുക്ക് ഓരോ കടകളിൽ നിന്നും 10-15 മീറ്റർ വെച്ച് വാങ്ങാം. ഹീറോയും അതിന് ശരിവെക്കും. അങ്ങനെ അവർ അവരുടെ പ്ലാന് മാറ്റും. എന്നാൽ ഈ കടയിൽ വന്ന ആളുകൾ സംശയിച്ചപ്പോൾ ഇറങ്ങി ഓടിയ കഥ കടക്കാർ പട്ടാളക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കേണലിന്റെ ചെവിയിലെത്തും. അപ്പോൾ കേണൽക്ക് മനസ്സിലാവും അവർ ബെർലിനിൽ നിന്നും സാധനം വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് ബെർലിനിലല്ല, കുറച്ച് ദൂരെ എവിടെയാണ്. രാത്രിയാകുമ്പോൾ ഹീറോ ഗ്രിൻഡറിന്റെ വീട്ടിലെത്തും. അവനെ കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാവും. ഹീറോ പറയും, നമ്മൾ ഉണ്ടാക്കിയ ബലൂണ് നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ ഫ്ലെയിം, അതിൻ്റെ തീ കെട്ടുപോയി. അതുകൂടെ നോക്കി ഒന്നുകൂടെ ശരിയാക്കി നമ്മളൊരു വലിയ ബലൂൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ അവൻ്റെ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല. അഥവാ പോലീസുകാരുടെ കയ്യിൽ പെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനാഥരാകും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണല്ലോ പ്രശ്നം. നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യം ഉണ്ടാക്കിയ ബലൂണിലെ തുണിയിൽ മേഘത്തിൽ ഈർപ്പങ്ങൾ വന്ന് തങ്ങിയത് കൊണ്ടാണ് അത് താന്നു പോയത്. എന്നാൽ നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന തുണി കുടയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണി പോലെയുള്ള തുണികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മേഘത്തിൻ്റെ മുകളിലെത്തും. പട്ടാളക്കാർക്ക് നമ്മളെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോഴാണ് ഗ്രിൻഡർ പറയുക, എനിക്ക് പട്ടാളത്തിലേക്ക് വിളി വന്നു, 6 ആഴ്ച കൂടിയേ ദിവസമുള്ളൂ. അതിന് ഹീറോ, എന്തായാലും നമ്മൾ പോലീസുകാരുടെ കയ്യിൽ പിടിക്കപ്പെടും. എൻ്റെ അയൽവാസി തന്നെ ഒരു സീക്രട്ട് ഏജന്റ് ആണ്, എന്നാൽ അതിനു മുന്നേ നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. അതിന് ഗ്രിൻഡർ പറയും, 1 മാസം കൊണ്ട് ഞാൻ ബലൂൺ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ബലൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനുകൂലമായ കാലാവസ്ഥ വന്നില്ലെങ്കിൽ എനിക്ക് പട്ടാളത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ ഭാര്യയെ നിങ്ങൾ കൊണ്ടുപോകണം. ഭാര്യ അതിന് സമ്മതിക്കില്ല. നീ ഇല്ലാതെ ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ അവിടെ ചെന്നാൽ നിന്റെ അച്ഛനും അമ്മയും അവിടെയുണ്ട്, നീ മക്കളായിട്ട് അവിടെ സന്തോഷമായിട്ട് ജീവിക്ക്, ഞാൻ പിന്നെ വരാം. എന്നാലും അവൾ സമ്മതിക്കുന്നില്ല. നീ ഇല്ലാതെ ഞാൻ പോവില്ല എന്ന് മാത്രമായിരിക്കും അവൾ പറയുക. അവർ പ്ലാന് കുറച്ചുകൂടെ വലുതാക്കും. കുറച്ചുകൂടെ വലിയ ബലൂണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് തയ്ച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ 10-15 മീറ്ററിൽ തുണികൾ വാങ്ങാം. അങ്ങനെ ഭാര്യമാർ ഓരോ ദിവസവും ഓരോ കടകളിൽ പോയിട്ട് തുണികൾ വാങ്ങും. ഹീറോയും മകനും കൂടെ അവർ വെള്ളക്കെട്ടിൽ ഇട്ട് വന്നിരുന്ന ആ വലിയ ഫാനില്ലായിരുന്നോ, അത് പോയി തിരിച്ചെടുക്കും. ഗ്രിൻഡറിനാണെങ്കിൽ ഫുൾ സമയം ജോലി ചെയ്യാൻ പറ്റില്ല. എപ്പോഴും വീട്ടിൽ നിന്ന് ഈ തയ്പ്പിൻ്റെ ഒച്ച കേൾക്കുകയാണെങ്കിൽ അയൽവാസികൾക്ക് എന്തെങ്കിലും ഒരു സംശയം കൊടുക്കും. അവർ ചിലപ്പോൾ പോലീസിന് ഒറ്റ കൊടുത്താലോ. ഗ്രിൻഡർ ബലൂൺ തയ്ക്കുന്ന സമയത്ത് ഹീറോയും മകനും കൂടെ ബലൂണിന് ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. 8 പേര് കൊള്ളുകയും വേണം, കനമുണ്ടാവാൻ പാടില്ല, എന്നാൽ ഉറപ്പും വേണം. അങ്ങനെ അവർ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കും. ഗ്രിൻഡറിന്റെ ഭാര്യ ചോദിക്കും, ഇതിന് ഉറപ്പുണ്ടാവില്ലല്ലോ, 8 mm തിക്നെസ് അല്ലേ ഉള്ളൂ. അവൾ അതിൻ്റെ മേലെ കയറി 2 ചാട്ടം ചാടുമ്പോഴാണ് മനസ്സിലാവുക അതിന് അപാര ഉറപ്പായിരിക്കും. 8 പേരെ സുഖമായിട്ട് താങ്ങും. പിറ്റേന്ന് മൂത്ത മകൻ വേസ്റ്റ് എല്ലാം പുറത്ത് തട്ടാൻ പോകുമ്പോൾ അവിടെ ഏജന്റിന്റെ മകളുണ്ടാവും.
നമുക്ക് പട്ടം പറത്താൻ പോയാലോ? അവൻ ഇല്ലാന്ന് പറയെങ്കിലും അവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിക്കും. ഹീറോക്കാണെങ്കിൽ അവൻ ഏജന്റിന്റെ മകളുടെ കൂടെ കറങ്ങുന്നത് തീരെ ഇഷ്ടമല്ല. അഥവാ അതൊരു ട്രാപ്പാണെങ്കിലോ എന്നാണ് അവൻ്റെ മനസ്സിൽ. അവർ രണ്ടുപേരും ഏതോ ഒരു മൈതാനത്ത് ചെന്ന് പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂത്ത മോൻ ചോദിക്കും, എനിക്കൊരു കിസ് തരുമോ? അവൾ അപ്പം തന്നെ അത് എടുത്തു കൊടുക്കുകയും ചെയ്യും. നമ്മളെ നാട്ടിലെ പിള്ളേർക്കൊന്നും ഇങ്ങനെ ചോദിക്കാനുള്ള ധൈര്യമല്ല, എനിക്കുമില്ല. അതേ സമയത്ത് കേണൽ കോട്ടും സൂട്ടും ഇട്ട് അങ്ങേരുടെ മേലധികാരിയുടെ അടുത്ത് ചെന്ന് നല്ല ചീത്തയും വാങ്ങി പുറത്ത് വന്നിരിക്കും. Immerhin haben wir jetzt Rückendeckung bis ins Politbüro. അന്നേരം അച്ഛനും മകനും കൂടെ ഏതോ ഒരു പറമ്പിൽ വന്നിട്ട് ബലൂണിലേക്കുള്ള ഫ്ലെയിം ഓണാക്കി നോക്കുമ്പോൾ അതാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ കത്തുന്നില്ല. പോരാത്തന്നെ എന്നെ കുറച്ച് കത്തിയിട്ട് പിന്നെ പിരിപിരി പിരിപിരി എന്ന് പറഞ്ഞത് കെട്ടുപോകും. കൂടെ തന്നെ ആ സിലിണ്ടർ കെട്ടുപോകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ തീ കത്തുന്ന സമയത്ത് സിലിണ്ടർ നല്ല പോലെ തണുക്കുന്നു. ഈ തണുപ്പ് കൊണ്ടാണ് ഇത് ഹൈ ഫ്ലെയിമിൽ കത്താത്തത്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോൻ പറയും, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ അല്ല, എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല. അതിനച്ഛൻ, നിനക്ക് എങ്ങനെ വരാനാ? നിന്റെ ശ്രദ്ധ ഇവിടെ അല്ലല്ലോ, വേറെ എവിടെയോ കിടക്കുകയല്ലേ? അത് അവൻ ചോദിക്കും, ഞാൻ അവളുടെ കൂടെ കറങ്ങുന്നതാണോ പ്രശ്നം? എന്നിട്ട് സിലിണ്ടർ എടുത്തു വെക്കാൻ നേരം അതാണെങ്കിൽ താഴെ വീണു പോകും. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ വരുന്നുണ്ട്, നമുക്ക് ഈ സിലിണ്ടർ തല തിരിച്ചു വെച്ച് കത്തിച്ചു നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ഗ്യാസ് ഇതിനകത്ത് നിന്ന് ലീക്കാവുകയാണ് ചെയ്യുക. എന്നാൽ ലീക്കാവുന്ന ഗ്യാസ് ഈ പൈപ്പിലെത്തുമ്പോൾ തന്നെ വാതകമാവുകയും ചെയ്യും. അതിനാണെങ്കിൽ കുറച്ച് പ്രഷറും കൂടുതലായിരിക്കും, നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീ കിട്ടുകയും ചെയ്യും. രണ്ടുപേരും അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കും തീ വരുന്നത്. അച്ഛൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നല്ല സന്തോഷമായിട്ട് ചിരിക്കുന്നത്. അവനെ കെട്ടിപ്പിടിച്ച് ഹീറോ സന്തോഷിക്കും. എന്നാൽ ഗ്രിൻഡറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എപ്പോഴും ജോലി ചെയ്യുന്നത് അയൽവാസികൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവർ ബലൂൺ ഉണ്ടാക്കുന്നത് ഹീറോയുടെ വീട്ടിൽ നിന്നാക്കും. അയൽവാസി ഒരു സീക്രട്ട് ഏജന്റ് ആയതുകൊണ്ട് തന്നെ അവർ ശബ്ദമില്ലാതെ തയ്ക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം ഗ്രിൻഡറിൻ്റെ മകൻ പോകുന്ന അംഗനവാടിയിലെ ടീച്ചർ എല്ലാവരുടെയും അച്ഛൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കായിരിക്കും. അങ്ങനെ ഗ്രിൻഡറിൻ്റെ മകൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ പറയും, എൻ്റെ അച്ഛൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്, പക്ഷെ എപ്പോഴും അച്ഛൻ എന്തോ തയ്ക്കാണ് ചെയ്യുക. എന്താണ് തയ്ക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല, അവരതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. രാത്രിയാകുമ്പോൾ എല്ലാവരും ഹീറോയുടെ വീട്ടിലായിരിക്കും. ഗ്രിൻഡറിൻ്റെ ഭാര്യ പറയും, ഈ ബലൂൺ ഉണ്ടാക്കി കഴിഞ്ഞാലും കാലാവസ്ഥ അനുകൂലമായിട്ടില്ലെങ്കിൽ അങ്ങേർക്ക് വരാൻ പറ്റില്ല. അങ്ങേരാണെങ്കിൽ എന്നെ ഇവിടെ നിൽക്കാനും സമ്മതിക്കില്ല. കൂടാതെ അംഗനവാടിയിലെ ടീച്ചർ വിളിച്ച് ചോദിച്ചിരുന്നു, മകൻ പറഞ്ഞു പോലും അച്ഛൻ വീട്ടിൽ നിന്ന് എപ്പോഴും തയ്ക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പിക്നിക്കിന് പോകാനായിട്ടൊരു ടെൻറ്റ് ഉണ്ടാക്കുകയാണെന്ന്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ നമ്മളെല്ലാവരും പെടും. അന്നേരം തന്നെ ഗ്രിൻഡർ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പോകാനുള്ള നേരമാവും. എന്നാൽ ഇറങ്ങിപ്പോകുന്നത് സീക്രട്ട് ഏജന്റിന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കും. എന്നും രാത്രി അവർ ഇവിടെ വരികയാണെങ്കിൽ അതെന്തിനായിരിക്കുമെന്ന് അങ്ങനെ തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെ ഗ്രിൻഡറിൻ്റെ ഭാര്യ പാർട്ടിയിലായിരുന്നു എന്നറിയിക്കാനായിട്ട് മദ്യപിച്ച പോലെ ശബ്ദമെല്ലാം ഉണ്ടാക്കി ഒച്ചയും ബഹളമെല്ലാം ഉണ്ടാക്കി വണ്ടിയിൽ എങ്ങനെയൊക്കെയോ കയറിയിരുന്ന് അവിടുന്ന് പോകും. പിറ്റേന്ന് പത്രത്തിൽ വരികയും ചെയ്തു, ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പട്ടാളം പാരിതോഷികം കൊടുക്കുന്നുണ്ടെന്ന്. അതേ സമയത്ത് ഏതോ ഒരു തുണിക്കടയിലെ ചേച്ചി കുറച്ച് ഓഫീസർമാർക്ക് മൊഴി നൽകുന്നുണ്ട്. അവരെന്നും ഒരേ അളവിലുള്ള തുണിയായിരുന്നു വാങ്ങിച്ചു പോവാറ്. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പെരും കള്ളന്മാരാണ് അവർ. അവിടെയാണ് അവർ കാറ് വെക്കാറ്. ആ കാറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി ആ കാറിൻ്റെ പേര് പറയാൻ പോകുമ്പോൾ ഓഫീസർ നീല വാൾട്ടർബർഗ് കാറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇതന്നെ ഈ വണ്ടി തന്നെയാണെന്ന് പറയും. നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരൊറ്റ ലെറ്റർ ഓർമ്മയുണ്ട്, എന്നാണെന്ന് പറയും. എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ ഗേര ജില്ല രജിസ്ട്രേഡ് വണ്ടികളാണ്, അതായത് ഹീറോയുടെ ജില്ലയിലെ വണ്ടികൾ. അങ്ങനെ ഹീറോയുടെ സ്ഥലം അവർ മനസ്സിലാക്കി. ഇനി അവിടെ നിന്നായിരിക്കും അന്വേഷണം മൊത്തം നടക്കാൻ പോകുന്നത്. സീക്രട്ട് ഏജന്റിന്റെ ഓഫീസിലേക്ക് കോള് വരും, നിങ്ങളുടെ ജില്ലയിലുള്ള ആളുകളാണ് ബലൂൺ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും, ഞങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ വേണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അംഗനവാടി ടീച്ചറുടെ അടുത്തേക്ക് കേണൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചോദിക്കും, കുട്ടികൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നോ? എക്സാമ്പിളായി വീട്ടിൽ വലിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോവാണ്, എപ്പോഴും തയ്ച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും. അപ്പം തന്നെയാണ് ഗ്രിൻഡറിന്റെ മകന്റെ പന്ത് കേണലിന്റെ കാലിൻ്റെ അടുത്തെത്തുക. അങ്ങനെ ആ പന്തെടുത്ത് അവനോട് തിരിച്ചു തരണമെങ്കിൽ പേര് പറയണമെന്ന് പറയും. അവൻ പേര് പറയും, പീറ്റർ. അങ്ങനെ പന്ത് കൊടുത്തു വിടുമ്പോൾ കേണൽ വീണ്ടും ചോദിക്കും, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതിന് ടീച്ചർ പറയും, പറഞ്ഞിരുന്നു, പക്ഷെ അവർ റിപ്പബ്ലിക് ഡേക്ക് ആവശ്യമായിട്ടുള്ള കൊടികൾ തയ്ക്കായിരുന്നു. അവിടുന്ന് കേണൽ ഗേര ജില്ലയിലെ ക്ലിനിക്കിലേക്ക് വന്നിട്ട് തൈറോയ്ഡ് രോഗബാധിതർ എത്ര പേര് അവിടെ വന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കണക്ക് നോക്കുമ്പോൾ അതിൽ 200 പേരുണ്ടാവും. അവരോരോരുത്തരെയും സെർച്ച് ചെയ്യാൻ തുടങ്ങും. കേണൽ പറഞ്ഞത് ആ വീട്ടിലൊരു വാൾട്ടർബർഗ് കാറും അതുപോലെ തന്നെ ചെറിയൊരു വർക്ക് ഷോപ്പും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ തൂക്കിക്കൊള്ളാനാണ്. അതേ സമയത്ത് ഹീറോയുടെ മൂത്ത മകൻ എന്തോ ഡിപ്രഷൻ അടിച്ച് പാട്ടും കേട്ടിരിക്കുകയാണ്. ഹീറോ പാട്ട് ഓഫ് ചെയ്ത് നീ എല്ലാവരും കൊലക്ക് കൊടുക്കുവാടാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നമ്മളെല്ലാവരും പിടിക്കപ്പെടും, എന്തായാലും നമ്മളെല്ലാവരും പിടിക്കപ്പെടും. സംഭവം എന്താന്ന് വെച്ചാൽ ഏജന്റിന്റെ മകള് അവന്റെ കാമുകി മറ്റൊരുത്തന്റെ കൂടെ പോകാൻ തുടങ്ങി. അവളിപ്പോൾ കോളേജിൽ പോകുന്നതും വരുന്നതും വേറെ ഏതോ ഒരു വരത്തന്റെ കൂടെയാണ്. അതാണെങ്കിൽ അവൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ അവനോട് ഇനി മേലാ നീ ഒന്നും മിണ്ടിപ്പോരുതെന്ന് പറയുമ്പോഴേക്ക് താഴെ ഗ്രിൻഡർ എത്തിയിട്ടുണ്ടാവും. ഹീറോ അവനെ നോക്കാനായിട്ട് താഴത്തിറങ്ങുമ്പോൾ പുതിയ കാമുകൻ ഏജന്റിന്റെ മകളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്ന് അവൻ മേലെ നിന്ന് കാണും.
താഴെ ഹീറോ കാലാവസ്ഥ റേഡിയോയിൽ കേൾക്കുന്ന സമയത്ത് നാളെ മുതൽ 30 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ പോവുകയാണ്. അവൻ ഓടിച്ചെന്ന് ഗ്രിൻഡറിനോട് കാര്യം പറയുമ്പോൾ ഗ്രിൻഡർ വമ്പ ഹാപ്പി ആകും. അവർ നാളെ മറ്റന്നാളുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പ്ലാൻ ചെയ്യും. അതും കേട്ടോണ്ട് മൂത്ത മകൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവൻ വിചാരിക്കും എന്തായാലും അവള് പോയി, എന്നാൽ പിന്നെ ഞാനും പോട്ടെ. അവനും കാര്യമായിട്ട് ഗ്രിൻഡറിനെ സഹായിക്കാൻ തുടങ്ങും. പിറ്റേന്ന് രാവിലെ കാമുകിയോട് അവസാനമായിട്ടൊരു വാക്ക് പറയാനായിട്ട് അവൻ അവളുടെ വീട്ടിൽ ചെല്ലും. അവിടെയാണെങ്കിൽ വേറെ ആരുമില്ല. അവൻ പറയും ഞങ്ങൾ വെസ്റ്റിലേക്ക് പോവാണ്, ഞങ്ങളുടെ കൂടെ നീ വരുന്നുണ്ടോ? അതിന് അവൾ പറയും നീ എന്താ പറയുന്നേ, ഞാൻ വരാനൊന്നും പോകുന്നില്ല. അവൻ വീണ്ടും ചോദിക്കും, എന്നാൽ അവൾ വരുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അങ്ങോട്ട് ഏജന്റ് കയറി വരുന്നുണ്ടാവും. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാമുകിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കയറി ഇറങ്ങാൻ നേരത്ത് അവളുടെ അച്ഛൻ കയറി വരുന്നു, നിങ്ങളെയാണ് കാണുന്നത്, എന്താ ചെയ്യാ? ഞാൻ വിചാരിച്ചു അവരെ പിടിച്ചു നിർത്തി 2 വാക്ക് അങ്ങേര് ഇപ്പൊ പറയുമെന്ന്. അങ്ങേരൊന്നും പറയുന്നില്ല. ആ മോനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലും. അപ്പൊ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ട്. മകള് ചോദിക്കും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ക്ലിനിക്കിലേക്കാന്ന് പറയുമ്പോൾ മകള് എന്നാ പിന്നെ എന്റെ തലവേദനക്ക് ഒരു ഗുളിക നിങ്ങൾ വാങ്ങണമെന്ന് പറയും. അവൻ ചോദിക്കും നിന്റെ അച്ഛനെ ക്ലിനിക്കിൽ എന്താ പരിപാടി? അതിന് അവള് പറയും അവരാരെയോ ഒരാളെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ അപ്പം തന്നെ വീട്ടിൽ ചെന്നിട്ട് കാര്യം പറയും അവർ തെരഞ്ഞെത്തിയിട്ടുണ്ട്, അവർ നമ്മളെ തെരഞ്ഞ് ക്ലിനിക്കിലെത്തിയിട്ടുണ്ട്, അവരെന്നാ പിന്നെ ഇന്ന് രാത്രി തന്നെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കും. ഈ കാര്യം ഗ്രിൻഡറിന്റെ ഭാര്യയെ അറിയിക്കാനായിട്ട് മൂത്ത മകൻ അപ്പം തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. ഹീറോയുടെ ഭാര്യയ്ക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ സമാധാനിപ്പിക്കുന്ന സമയത്താണ് പോലീസുകാർ അവരെയും തിരഞ്ഞു വരുന്നത്. വീടിന്റെ തൊട്ട് മുന്നിലെത്തി അവർ ബെല്ലടിക്കും. ഹീറോ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് ഹീറോയുടെ മകനായിരിക്കും. പോലീസുകാർ ചെന്നത് ഏതോ പ്രായമായ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ്. മകൻ പറയും പോകുന്ന വഴിക്ക് കയറിക്കോളാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്ക് ബലൂണിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്യണം. ആ ഒരു ജോലി മാത്രമാണുള്ളത്. എന്നാൽ ഈ സമയമായിട്ടും കേണലിന് ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അവസാനമായിട്ട് പീറ്റർ എന്നൊരൊറ്റ അഡ്രസ്സ് കൂടെ നോക്കാനേ ഉള്ളൂ. ആ പേര് കേൾക്കുമ്പോൾ ഏജന്റ് പറയും ഈ പീറ്ററിനെ എനിക്കറിയാം, എൻ്റെ അയൽവാസിയാണ്. കേണൽ ചോദിക്കും അവർക്ക് വാൾട്ടർബുർഗ് കാറുണ്ടോ? അതെ വാൾട്ടർബുർഗ് കാറുണ്ട്. അവൻ എന്താണ് ജോലി? ഇലക്ട്രീഷ്യനാണ്. അവൻ അപ്പം തന്നെ ആ അഡ്രസ്സിലേക്ക് ഇറങ്ങും. എന്നാൽ സമയം അപ്പോഴേക്ക് ഇരുട്ടിയിട്ടുണ്ട്, രാത്രിയായിട്ടുണ്ട്. ഹീറോയുടെ മകൻ അവസാനമായിട്ട് കാമുകിക്ക് വേണ്ടി ഏജന്റിന്റെ വീട്ടിലെ ബോക്സിൽ ഒരു കത്ത് കൂടി കൊണ്ടിടും. അതാണെങ്കിൽ അവൾ കാണുന്നുമുണ്ട്. കുറച്ച് സമയത്തിനകം പോലീസുകാർ മൊത്തം വീടിന്റെ ചുറ്റും വളഞ്ഞിട്ടുണ്ടാവും. അവർ വന്ന് ബെല്ലടിച്ച് നോക്കുമ്പോൾ വാതിലാരും തുറക്കുന്നില്ല. ഒരു പോലീസുകാരൻ കുറ്റി എന്തോ ഒരു ലോക്ക് വെച്ച് തുറക്കുന്നുണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ ആരുമില്ല. മുകളിലത്തെ നിലയിൽ വന്ന് നോക്കുമ്പോൾ അവർ ബലൂൺ ഉണ്ടാക്കിയതിന്റെ തെളിവെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. കേണലിന് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങേരെ ഏജന്റിനെ ഒന്ന് ഇരുത്തി നോക്കുമ്പോൾ അങ്ങേര് പറയും അവന്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. എന്താ ആ ഒരുത്തൻ്റെ ഒരു പേരുമില്ലേ? ഗ്രിൻഡർ എന്നാണ് അവന്റെ പേര്. അപ്പം തന്നെ ഓർഡർ പോകും, ഒരു നീല വാൾട്ടർബുർഗ് കാറിൽ ലഗേജും വെച്ച് പോകുന്ന വണ്ടി കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാ പോലീസുകാരും പട്ടാളക്കാരും ആ കാറ് തിരഞ്ഞിറങ്ങും. അന്നേരം നമ്മളെ ടീം ഗ്രിൻഡറിന്റെ വീടിനടുത്തെത്തി ഗ്രിൻഡറിന്റെ ഭാര്യയെ കാറിൽ കയറ്റും. അപ്പോൾ ഗ്രിൻഡറും നമ്മുടെ മൂത്ത മകനും കൂടെ ബൈക്കിൽ കയറിയിട്ട് അവർ കാറിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. എന്നാൽ ഒരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഗ്രിൻഡർ വണ്ടി വേറൊരു വഴിക്ക് വിടും. അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് അവൻ ഓടിക്കുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോൾ അവിടെ മൊത്തം പോലീസായിരിക്കും. വീട്ടിലേക്ക് നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണുന്നുണ്ട്, എന്നാൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഒരു നോക്ക് അച്ഛനെ കണ്ടിട്ട് അവൻ അവിടെ നിന്ന് യാത്രയാവും. എന്നാൽ അവൻ്റെ വണ്ടിയുടെ ശബ്ദം, അവൻ പോകുന്ന വണ്ടിയുടെ ശബ്ദം അച്ഛന് കേൾക്കുന്നുണ്ട്. അച്ഛന് മനസ്സിലായി അവൻ ഇവിടുന്ന് യാത്രയായി. അച്ഛന് നേരത്തെ അറിയാം അവൻ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന്. അവൻ അച്ഛനോട് അത് പറഞ്ഞിട്ടില്ല, എന്നാൽ അവൻ്റെ ഭാവത്തിൽ നിന്നും അച്ഛൻ അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഹീറോ പഴയ അവർ ആദ്യം യാത്ര ചെയ്തിരുന്ന ആ കാട്ടു മൈതാനത്തെത്തി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും ഗ്രിൻഡറും മകനും എത്തിയിട്ടില്ല. അവർ വരുന്ന വഴിക്ക് കുറച്ച് പോലീസുകാരുടെ മുന്നിൽ ചെന്ന് പെടും. പെട്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവർ റേഷൻ കാർഡ് ചോദിക്കും. റേഷൻ കാർഡെന്ന് വെച്ചാൽ ശരിക്കും തിരിച്ചറിയൽ കാർഡാണ്. അത് ചോദിക്കുമ്പോൾ അവരുടെ പോക്കറ്റിൽ ഇത് കാണില്ല. പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് പോലീസുകാരുടെ വാക്കി ടോക്കിയിലേക്ക് നീല കളർ വാൾട്ടർബുർഗ് കാർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഓർഡർ വരിക. അതുകൊണ്ട് തന്നെ പോലീസുകാർ അവരോട് പൊക്കോളാൻ പറയും, അവരെ ഒഴിവാക്കി വിടും. അതേ സമയത്ത് കേണല് രക്ഷപ്പെടുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് ഹെലികോപ്റ്ററിലായിരിക്കും പിന്നെ യാത്ര ചെയ്യുക. അതാകുമ്പോൾ ദൂരെ നിന്നും ഹോട്ടർ ബലൂൺ കണ്ടുപിടിക്കാൻ സ്പോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്നാൽ ഹീറോ ഇവിടെ ബലൂൺ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴൊന്നും അവർ വരുന്നില്ല. ഗ്രിൻഡറും മകനും വരുന്നില്ല. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും അവർ വണ്ടിയിലെത്തുക. അവരുടെ വണ്ടി വരുന്ന വഴിക്ക് ഓഫായി പോയി. അതുകൊണ്ടാണ് നേരം വൈകിയത്. വന്നപ്പോൾ തന്നെ ഗ്രിൻഡർ ആ വലിയ ഫാൻ എടുത്തിട്ട് ആ ബലൂൺ വലുതാക്കാൻ തുടങ്ങും. കൂടെ തന്നെ ഹീറോ അതിനകത്തെ കാറ്റ് ചൂടാക്കുകയും ചെയ്യും. ഇവിടെ ഹെലികോപ്റ്റർ പറന്ന് മുകളിലെത്തെങ്കിലും അവർക്കാരും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ടീം ഇതുവരെ മുകളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മളെ ടീമിന് ബലൂൺ പറക്കാനായിട്ട് തയ്യാറാവുക. അവരെല്ലാവരും 8 പേരും ബലൂണിൽ കയറിയിരിക്കും. ഹീറോയും മകനും കൂടെ 2 സൈഡിലുള്ള കയറും ഒരുമിച്ച് കട്ട് ചെയ്യും.
വീണ്ടും അടുത്ത സൈഡിലുള്ളത് കട്ട് ചെയ്യുമ്പോൾ ഹീറോ കട്ട് ചെയ്യെങ്കിലും മകന് കട്ട് ചെയ്യാൻ പറ്റില്ല. അവന് ടെൻഷനായിട്ട് അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. ബലൂൺ ആ കയറിൽ ചെരിഞ്ഞു നിന്ന് തിരിയാൻ തുടങ്ങും. കൂടെ തന്നെ ബലൂണിലേക്ക് തീ പടരുകയും ചെയ്യും. പെട്ടെന്നായിരിക്കും ആ കമ്പി പൊരിഞ്ഞ് തെറിച്ച് വന്ന് അവന്റെ തലയിലിടിക്കുക. അപ്പം തന്നെ ചോര വരാൻ തുടങ്ങും. ഗ്രൈൻഡർ അപ്പം തന്നെ ഫയർ എക്സ്റ്റിങ്ഷൻ മെഷീൻ എടുത്തിട്ട് ആ തീയിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അത് കെട്ടുപോകും. എന്നാലും മകന്റെ തലയിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കുന്നില്ല. എന്നാലും ആ സമയത്തും അവൻ ടൈമർ സെറ്റ് ചെയ്യും. എന്നാലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബലൂണിന്റെ ഏറ്റവും മുകളിൽ അവരൊരു ഹോള് വെച്ചിരുന്നു. ആ ഹോള് അവർ പറന്ന് പൊങ്ങുന്ന സമയത്ത് അടഞ്ഞു കിടക്കാനും തിരിച്ചിറങ്ങുന്ന സമയത്ത് തുറക്കാനുള്ളതായിരുന്നു. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തുറന്നാലേ ഉള്ളൂ അവർ വിചാരിച്ച സ്ഥലത്ത് സ്റ്റേബിളായിട്ട് ബലൂൺ ചെന്ന് ഇറങ്ങുള്ളൂ. എന്നാൽ പൊങ്ങുന്ന സമയത്തെ ആ അടച്ചു വെച്ച ഹോൾ തുറന്നു പോകും. ബലൂൺ ഇനി കൂടുതൽ ഉയരത്തിൽ പറക്കില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഉള്ള ഹൈറ്റിൽ അങ്ങനെ തന്നെ പറന്നു പൊക്കോളും. ഒരു വിധത്തിൽ സമാധാനം എന്ന് വിചാരിക്കുമ്പോഴാണ് ബലൂണിൽ ഉണ്ടായിരുന്ന ഫ്ലെയിം ആളിപ്പാളി അതങ്ങനെ കെട്ടുപോകും. ഇതെന്താ അങ്ങനെ സംഭവിക്കേണ്ടതല്ല, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അന്നേരം ദൂരെ നിന്നും ഹെലികോപ്റ്റർ വരുന്നതിന് വിളിച്ച് ഇവർ കാണുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്നുകൂടെ കത്തിക്കാൻ നോക്കുമ്പോൾ അത് കത്തും മാഞ്ഞു പോകും, കത്തും കെട്ടുപോകും. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഹെലികോപ്റ്ററിലുള്ളവർ ദൂരെ നിന്ന് ബലൂൺ മിന്നുന്നത് കാണുക. അവർക്ക് അപ്പോഴാണ് ബലൂൺ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ ആ ബലൂൺ ഉണ്ടായിരുന്ന സ്ഥലം നോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പറക്കും. ഇവിടെ നമ്മുടെ ടീം എങ്ങനെ തീ കത്തിക്കാൻ നോക്കിയിട്ടും അതിന് പറ്റുന്നില്ല. കൂടാതെ തന്നെ ബലൂണിന്റെ ഏറ്റവും മുകളിൽ ഒരു ഹോളും ഉണ്ട്. ഇനിയിപ്പോൾ ബലൂൺ എവിടെയാണോ ചെന്ന് വീഴാന്ന് അവർക്ക് പോലും പറയാൻ പറ്റില്ല. എന്നാൽ ബലൂണിൽ ഇപ്പോൾ തീ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകാർക്ക് അത് കാണാൻ പറ്റില്ല. അപ്പം തന്നെ കേണൽ എല്ലാ പട്ടാളക്കാരോടും അതിർത്തിയിലേക്ക് ഓടാൻ പറയും. പട്ടാളക്കാരെല്ലാവരും ജീപ്പും തോക്കും പടിയും പാരയൊക്കെ എടുത്ത് പിടിയടാ പിടിയെന്ന് പറഞ്ഞ് ഓടും. അവരൊരു യുദ്ധത്തിന് പോലും ഇങ്ങനെ ഓടിക്കാണില്ല. നമ്മുടെ ബലൂണ് താഴേക്ക് വീഴാൻ തുടങ്ങും. താഴെ വന്ന് ഒരു കരണ്ട് കമ്പിയിലേക്കായിരിക്കും ചെന്നിടിക്കുക. ഇടിച്ച് അത് വീണ്ടും തെന്നി നീങ്ങി കുറെ മരങ്ങളുടെ ഇടയിൽ കൂടി തട്ടിയും തടവിയും തലോടിയും ഒക്കെ അത് മെല്ലെ താഴെ വീഴും. മെല്ലല്ല, കുറച്ച് സ്പീഡിൽ തന്നെ താഴെ വീഴും. എന്നാലും അതിർത്തി കടന്നോന്ന് മനസ്സിലാവുന്നില്ല. മകൻ വാച്ച് നോക്കുമ്പോൾ 28 മിനിറ്റ് മാത്രമാണ് ബലൂൺ പറന്നിട്ടുള്ളത്. ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയും ഗ്രിൻഡറും കൂടെ അതിർത്തി തെരഞ്ഞു പോകും. അവരിപ്പോൾ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണമല്ലോ. എന്തായാലും ഉറപ്പാണ് അവർ 28 മിനിറ്റ് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ആദ്യ യാത്രയിൽ 32 മിനിറ്റ് പറന്നിട്ട് പോലും അവർ അതിർത്തി എത്തിയിട്ടില്ല. അവർ നോക്കിയിട്ടാണെങ്കിൽ അതിർത്തി ഒന്നും കാണുന്നുമില്ല. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു പട്ടാള വണ്ടി, ഒരു പോലീസ് വണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും അവർ പിടിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഹാൻഡ്സപ്പിലിട്ട് ആ ജീപ്പിന്റെ മുന്നിലേക്ക് കയറി നിൽക്കും. പോലീസുകാർ ആരാണ്ടാ ഞങ്ങളുടെ വണ്ടിക്ക് വട്ടം വെച്ചതെന്ന് ചോദിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇവർ ചോദിക്കും ഇതിപ്പോൾ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ. അതിന് പോലീസുകാരൻ പറയും ഇത് വെസ്റ്റിലെ ഹൂറയാണ്. അത് കേൾക്കുമ്പോൾ രണ്ടുപേരും ഹാപ്പിയാവും. അവരിപ്പോൾ വെസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. ഹീറോ സന്തോഷത്തിൽ ഓടിച്ചെന്ന് പോലീസുകാരനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഗ്രിൻഡർ കയ്യിലുണ്ടായിരുന്ന ഫ്ലയർ ഗണ്ണ് മുകളിലേക്ക് പൊട്ടിക്കും. ഇതാണെങ്കിൽ ഈസ്റ്റിൽ നിന്ന് കേണൽ കാണുന്നുണ്ട്. അങ്ങർക്ക് മനസ്സിലായി എല്ലാം കയ്യിന്ന് പോയി. കാട്ടിൽ നിന്നെല്ലാം കൂടെ സന്തോഷത്തിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പുറത്തേക്ക് ഓടിച്ചാടി വരുമ്പോൾ പോലീസുകാർ തമ്മിൽ പറയും ഇതൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണാവോ വരുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ മൂത്ത ചെക്കൻ ഇട്ട് വെച്ചിരുന്ന കത്ത് അത് ഏജന്റിന്റെ മകൾക്ക് കിട്ടും. അവൾ അത് വായിച്ചു നോക്കും. അതേ സമയത്ത് ഏജന്റ് എൻ്റെ അയൽവാസികൾ ഇങ്ങനത്തെവന്മാരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് മേലധികാരികളോട് കാല് പിടിക്കുന്നുണ്ട്. അവരാണെങ്കിൽ അതൊന്നും മെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ കുറേ നല്ല ദിവസങ്ങൾ കടന്നുപോയി. ഹീറോയും ഭാര്യയും കൂടെ അവരുടെ പുതിയ വീട്ടിൽ നിന്ന് അവരുടെ പുതിയ ടി-വിയിൽ ന്യൂസ് കാണുമായിരിക്കും. അവർ കാണുന്നത് ഈസ്റ്റ് ജർമ്മനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. ഇനി മുതൽ ഈസ്റ്റുകാർക്ക് വിദേശത്തേക്ക് യാതൊരു പേടിയും കൂടാതെ യാത്ര ചെയ്യാം. അത് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ആർപ്പ് വിളിക്കും. അത് കാണുമ്പോൾ ഇവർക്കും സന്തോഷമാവും. ഇനി ജന്മനാട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോവാലോ. അവിടെ നിന്നും കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിൻഡർ ഒരു ട്രാവൽ ഏജൻസിയിൽ വന്നിട്ട് ഈസ്റ്റിലേക്ക് ഒരു പ്ലെയിന് ബുക്ക് ചെയ്യും. 1 വർഷം മുന്നേ ആയിരുന്നു നീ എന്നോട് ഇത് ചോദിച്ചെങ്കിൽ നിന്റെ തല ഞാൻ അടിച്ചു പൊളിച്ചേനെന്ന് പ്ലെയിനിന്റെ ഡ്രൈവർ പറയും. അവർ ചിരിച്ച് സംസാരിച്ച് അങ്ങനെ പ്ലെയിനിൽ പോയി കയറും. ആ പ്ലെയിനിൽ തന്നെ ഗ്രിൻഡറിന്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഈസ്റ്റിലേക്ക് പറക്കുന്നിടത്ത് വെച്ച് ബലൂൺ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ചരിത്ര സിനിമ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ക്ഷമിച്ചങ്ങ് തരിക. വേറെ വഴിയൊന്നുമില്ല. എന്നാൽ പിന്നെ അടുത്തൊരു നല്ല സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.